ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് വട്ടവടയിലേക്കാണ്. വട്ടവടയിലെ ആദ്യത്തെ കാഴ്ച ഇതാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുന്നത് നേരെ വട്ടവടയിലെ സ്ട്രോബെറി ഫാമിലേക്കാണ്. ആദ്യം ഞങ്ങൾ ഒരു ഫാം കണ്ടായിരുന്നു, അത് നേരത്തെ ഉള്ള വീഡിയോക്കകത്തുണ്ട് കേട്ടോ. ഇത് അവിടുത്തെ ഒരു വലിയ ഫാമാണ്. ഇത് ഹൈബ്രിഡ് പ്ലാന്റ്സ് മാത്രം കൃഷി ചെയ്യുന്ന ഒരു ഫാം കൂടിയാണ് കേട്ടോ. ഇതിൽ ധാരാളം സ്ട്രോബെറി ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം തന്നെ വലിയ സൈസിലുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രൂട്ടും വലിയ സൈസാണ് കേട്ടോ. ഇത് അവർ അവിടെ തന്നെ ഇതിൻ്റെ സെയിലും നടക്കുന്നുണ്ട്. ഇതിങ്ങനെ എപ്പോഴും അതിനിങ്ങനെ വെള്ളം കൊടുത്തോണ്ടേ ഇരിക്കും കേട്ടോ. വെള്ളം ഇങ്ങനെ സ്പ്രിംഗ്ലർ യൂസ് ചെയ്തിട്ട് വെള്ളം കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സൈസിലാണ് ഈ സ്ട്രോബെറീസ് എല്ലാം തന്നെ ഉള്ളത്. കിലോ 600 രൂപ വെച്ചിട്ടാണ് ഇത് നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ 2 ബോക്സിലാക്കി 1 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര മധുരമാണ് കേട്ടോ. നല്ല മധുരമുള്ളതാണ്. അവിടുത്തെ മണ്ണിൻ്റെയും ഭൂപ്രകൃതിയുടെയൊക്കെ ഒരു ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ടേസ്റ്റ് അതിന് കിട്ടും. ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് നേരെ അടുത്ത സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ നിറയെ ഊട്ടി ഫ്ലവേഴ്സാണ്. ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നതൊന്നും അല്ല കേട്ടോ. അവർ കൃഷി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഇത് തനിയെ ഇങ്ങനെ കിളിച്ച് വരുന്നതാണെന്ന് പറയുന്നു കേട്ടോ. ധാരാളം പൂക്കളുണ്ട്. നമുക്കിത് കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. കാരണം ഇത്രയും മനോഹരമായ പൂക്കൾ നമ്മുടെ ഈ പറമ്പിലൊക്കെ പിടിക്കുന്ന കാട്ടുപൂക്കളെ പോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കേട്ടോ. ധാരാളം. അത് മാത്രമല്ല, ഊട്ടി ഫ്ലവേഴ്സ് മാത്രമല്ല, എന്തൊക്കെയോ പല പല ഫ്ലവേഴ്സ് കേട്ടോ. നമുക്കത് കാണുമ്പോൾ കണ്ണിന് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാഴ്ചകളാണ്. അതുപോലെ വെളുത്തുള്ളി കേട്ടോ, അവരിങ്ങനെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നേരെ വരുന്നത് അവിടെ ഇങ്ങനെ ഹണിയുടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. അവിടെ അവർ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറയെ റെഡ് കളറിലെ ഫ്ലവേഴ്സ് ആയിരുന്നു. ഇതെല്ലാം കണ്ട് നേരെ കുറച്ചുകൂടി മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നല്ല ഡാലിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡാലിയും അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര രസം തോന്നുന്ന കാഴ്ചകളും അതുപോലെ കളേഴ്സുമാണ് കേട്ടോ. പൂക്കളുടെ നിറം പ്രത്യേകിച്ച് പറയേണ്ടതാണ്. അത്രയും മനോഹരമായ പൂക്കളാണ്. അതിൻ്റെ നിറം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. ഇവിടെയും ഊട്ടി ഫ്ലവേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ച് നിൽപ്പുണ്ട്. യെല്ലോ കളർ മാത്രമല്ല, ഇതും ഊട്ടി ഫ്ലവർ ആണ് കേട്ടോ. പിങ്ക്, ഒരു ലൈറ്റ് പിങ്ക് കളറിലൊക്കെ വരുന്നത്. അത് കഴിഞ്ഞ് അവിടെ വൈൻ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് സ്ട്രോബെറിയുടെ വൈനാണ്. നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല, അത് മേടിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ ഹണിക്കോമ്പൊക്കെ മേടിക്കാനുണ്ടായിരുന്നേ. അതിങ്ങനെ നമുക്ക് ആദ്യം ടേസ്റ്റ് ചെയ്യാനായിട്ട് അവർ തന്നിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഇത് ഇങ്ങനെ വൈറ്റ് കളറിൽ ഒരു ഇത് ശരിക്കുള്ളതാണോ എന്നൊക്കെ തോന്നി കേട്ടോ. പക്ഷേ അത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ ഞങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവരുകയും ചെയ്തു കേട്ടോ. ഒരു ബോക്സിന് 900 രൂപയാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ അതൊക്കെ മേടിച്ച് നേരെ ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വട്ടവടയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ച് മടങ്ങുവാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 3 മണിയായിട്ടുണ്ടായിരുന്നേ. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചില്ല. ഈ ഒരു കാഴ്ചകളൊക്കെ കാണുന്നതിനിടയിൽ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി എന്നതാണ് സത്യം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ ഇത്. ഇവിടെയും നല്ല ഭംഗിയാണ്. 2 വശവും പുൽമേടുകളാണ്. ഇവിടെ നമുക്ക് ചിലപ്പോൾ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. നമ്മൾ പോയ സമയത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത്. വട്ടവടയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് റോഡ് സവാരിയാണ് കേട്ടോ. നമുക്ക് പോകുമ്പോൾ അവിടെ ജീപ്പ് അവൈലബിൾ ആണ്. ജീപ്പിന് 2000 രൂപയാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അതൊരു വലിയ റേറ്റായിട്ട് തോന്നിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു 2000 രൂപയ്ക്ക് അത് വർത്താണ്. നമുക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് വരാനും പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നതിനൊക്കെ അത് നല്ല കാര്യമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വരുന്നത് പാമ്പാടുംചോല നാഷണൽ പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ കഴിയും കേട്ടോ. ഈ ഒരു വാഹനത്തിലാണ് അവർ കൊണ്ടുപോകുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു റേറ്റും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഒരു ചായ കുടിക്കാനാണ്. ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊന്നും കഴിച്ചില്ലാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു ചായ കുടിക്കാൻ തോന്നി കേട്ടോ, ആ ഒരു ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി. ഈ ചായയെക്കുറിച്ച് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ 2 ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ. ഇത് കുറച്ച് കോളേജ് സ്റ്റുഡൻസ് ആട്ടോ, തമിഴ്നാട്ടിലുള്ള. അപ്പോൾ അവർ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതിനോടൊപ്പം ശിവക്കുട്ടിയുടെ കൂടെ കളിക്കാനും കൂടി പറഞ്ഞു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി ഒന്ന് ഡാൻസൊക്കെ കളിച്ച് നല്ല സ്നേഹമുള്ള കുട്ടികളായിരുന്നു കേട്ടോ. നമ്മളോട് യാത്രയൊക്കെ പറഞ്ഞ് ഒക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഇടുവാണേ, പിടിച്ചേക്കണേ. ശരി, നമ്മളിപ്പോൾ വട്ടവടയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോവുകയാണ് മൂന്നാറിന്. അപ്പോൾ മൂന്നാറിന് പോകുന്ന വഴിക്ക് നമ്മൾ രാവിലെ പോയപ്പോഴും ഈ സ്ഥലം കണ്ടിരുന്നു. വൈകുന്നേരം കുറച്ചുകൂടി ഭംഗിയാണ് കാണാനായിട്ട്. ദൂരെ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.